ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു റിവ്യൂ ആൻഡ് അനാലിസിസ് ആണ്. ദ ബാഡ്സ് ഓഫ് ബോളിവുഡ് കിങ് ഖാൻ ഷാരൂഖ് ഖാൻ്റെ മകൻ ആര്യൻ ഖാൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന നെറ്റ്ഫ്ലിക്സ് വെബ് സീരീസ്. ബോബി ഡിയോൾ, രാഘവ് ജുയൽ, ലക്ഷ്യ, നമ്മുടെ കിൽ ഫെയിം ലക്ഷ്യയൊക്കെ അഭിനയിക്കുന്ന ഇഷ്ടംപോലെ ക്യാമ്പിയോസ് ഉള്ള ഒരു ഗംഭീര വെബ് സീരീസ് ബാഡ്സ് ഓഫ് ബോളിവുഡ്. നമുക്കതൊന്ന് ഡീപ്പ് ഡൈവ് ചെയ്ത് നോക്കാം. നെപ്പോട്ടിസം ബോളിവുഡിലൊരു ഹോട്ട് സെല്ലിംഗ് ടോപ്പിക്കാണ്. പലരും വരുന്നു, പലരും പോകുന്നു, പലർ കൺട്രോൾ ചെയ്യുന്നു. ചിലർ സ്ട്രഗിൾസിൻ്റെ കാര്യം പറയുന്നു, ചിലർ ആക്ടിങ്ങിൻ്റെ കാര്യം പറയുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ബോളിവുഡിൽ ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന ഷാരൂഖ് ഖാൻ്റെ മകൻ എങ്ങനെ വേണമെങ്കിലും ലോഞ്ച് ചെയ്യാവുന്ന പുള്ളിയുടെ പാഷൻ അതാണ് എന്നുള്ള രീതിക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു ഫസ്റ്റ് കമ്മർ ചെയ്യുന്ന പോലെ അല്ലാതെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ എങ്ങനെ ഡീൽ ചെയ്യുന്നു അതുപോലെ ഒരു മേക്കിങ്ങിൽ ഒരു പ്രോഡക്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്യണം. അത് ഒരു പ്രോഡക്റ്റ് മാത്രമല്ല, താൻ ഉൾപ്പെടെയുള്ള ബോളിവുഡ് ഇൻഡസ്ട്രിയെ മൊത്തമായി വലിച്ചു കീറി അതിനകത്തുള്ള സാധ്യതകളും അതിനകത്തുള്ള സത്യങ്ങളും അതിനകത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളും എല്ലാം വച്ചിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു എന്താ പറയുക, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കോമിക്കൽ എസൻസ് കൊണ്ടുവന്ന് സറ്റാറിക്കലി ഒരു ട്രോളൊക്കെ ചെയ്യുന്ന പോലെ ചെയ്ത് റെഡിയാക്കുന്നത് നിസ്സാര പരിപാടിയല്ല. അതിന് ഗംഭീര ഗട്ട്സ് വേണം. ആര്യൻ ഖാനെ ആ കാര്യത്തിൽ സമ്മതിച്ചേ പറ്റൂ. പെർഫോമൻസസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് കിൽ ഫെയിമിലുള്ള ലക്ഷ്യയും രാഘവ് ജുയാൽ കിൽ ഫെയിമിൽ തന്നെ ഉള്ളതാണ്. പുള്ളി ഇതിനകത്തൊരു ബഡ്ഡി ആയിട്ടാണ് വരുന്നത് ലക്ഷ്യയുടെ. ആൻഡ് ബോബി ഡിയോൾ ഒരു എക്സിസ്റ്റിംഗ് സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ ഒരു ക്യാരക്ടറായിട്ടാണ് സീരീസിൽ വരുന്നത്. ഇവരുടെയൊക്കെ പെർഫോമൻസ് എല്ലാം എടുത്തെടുത്ത് പറയാനുണ്ട്. ഒരു ന്യൂ ഏജ് ഷാരൂഖ് ഖാൻ എന്നുള്ള രീതിയിലാണ് ലക്ഷ്യയെ ഈ സീരീസിൽ കാണിച്ചു പോകുന്നത്. അതായത് ഡൽഹിയിൽ നിന്നുള്ള സാധാരണ ഒരു പയ്യൻ ബോംബെയിൽ വന്ന് സ്ട്രഗിൾ ചെയ്ത് സിനിമയിൽ എന്താവുന്നു എന്നുള്ള കാണിക്കുന്ന ഒരു സംഗതിയാണ്. അത് ബേസിക്കലി ഷാരൂഖ് ഖാൻ്റെ പണ്ടത്തെ ഒരു ലൈഫും എല്ലാം എടുത്തിട്ട് പുതിയൊരു കാലഘട്ടത്തിൽ കൊണ്ടത് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ബോബി ഡിയോൾ ആണെങ്കിലും എങ്ങനെയാണ് ഒരു റിച്ച് ക്ലാസ്സിലുള്ള ഒരാളുള്ളത് അതുപോലെ തന്നെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അത് പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ്, പുള്ളിയെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി എല്ലാം ഗംഭീരമായിട്ടുണ്ട്. രാഘവ് ജുയാൽ, പുള്ളിയുടെ കോമിക് ടൈമിങ് ആൻഡ് ആക്ടിങ് എടുത്തു പറയേണ്ട ഒന്നാണ്. ചില എമോഷണൽ രംഗങ്ങളൊക്കെ ഉണ്ട്, അത് വളരെ നീറ്റായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് കോമഡി ടൈമിങ് പറയാനേ ഇല്ല, ഗംഭീരമായിട്ടുണ്ട്. ചില സീക്വൻസുകളൊക്കെ വളരെ രസമായിട്ടുണ്ട്. എസ്പെഷ്യലി രൺവീർ സിംഗിൻ്റെ ഒരു ക്യാമിയോ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ രൺവീർ സിംഗിൻ്റെ ക്യാമിയോയും രാഘവ് ജുയാലിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ സീക്വൻസ്, ഒരു ചെറിയ സീക്വൻസാണ് അത്, പക്ഷെ വളരെ രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബോളിവുഡിനെ കളിയാക്കുന്ന ഒരു സീരീസിൽ ബോളിവുഡിലെ തന്നെ പ്രമുഖർ ക്യാമിയോ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര പരിപാടിയല്ല. അത് സെൽഫ് ട്രോളും വേണമെങ്കിൽ പറയാം. കരൺ ജോഹർ, രൺവീർ സിംഗ്, അവർ തമ്മിലുള്ള സീക്വൻസ്, അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കരൺ ജോഹർ പറയാണ്, രൺവീർ സിംഗ് നിൻ്റെ കരിയർ രക്ഷപ്പെടുത്തിയത് എൻ്റെ സിനിമയാണ്. അപ്പോൾ രൺവീർ സിംഗ് തിരിച്ചു പറയാണ്, നിൻ്റെ സിനിമയെ രക്ഷിച്ചത് എൻ്റെ പെർഫോമൻസാണ്. ഇത് റോക്കിയോ റാണിക്ക് പ്രേം കഹാനിയുടെ സംഗതിയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിലുണ്ട്. അത് ഇവർ വായിച്ചിട്ട് ഇവർ സ്വന്തമായിട്ട് ട്രോൾ ചെയ്യുക എന്ന് പറയുന്നതും ഒരു ഗംഭീര പരിപാടിയാണ്. അത് കണ്ടുകൊണ്ടിരിക്കാനും രസമാണ്. ഇവരുടെ ക്യാമിയോസ് മാത്രമല്ല, വേറെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. രാജ്കുമാർ റാവ് വരുന്നുണ്ട്, സൽമാൻ ഖാൻ ചെറിയൊരു പോയിന്റിൽ വന്ന് പോകുന്നുണ്ട്, ഷാരൂഖ് ഖാൻ വരുന്നുണ്ട്, ഒരു ഇൻറ്റിമസി കോച്ചായിട്ട് നമ്മുടെ ഇമ്രാൻ ഹാഷ്മി വരുന്നുണ്ട്. ആ ക്യാമിയോ ഒരു മനുഷ്യനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ആ പുള്ളി വന്നു കഴിയുമ്പോഴത്തേക്ക് രാഘവ് ജുയാലിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, എൻ്റെ ദൈവമേ, അസാധ്യം. ചിരിച്ച് ഇടപാട് തീർന്ന ഒരു സംഭവമായിപ്പോയത്. ഈ ഒരു കോമഡി മാത്രമല്ല, ബോളിവുഡിൽ നടക്കുന്ന ഹാർഷ് റിയാലിറ്റീസും അവർ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം ന്യൂ കമേഴ്സായിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ ഒരു 3 ഫിലിം കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബേർഡൻ കൊടുത്ത് അതെങ്ങനെയാണ് അവരുടെ കരിയർ തന്നെ നശിപ്പിക്കുന്നത്, ഒരു മാഫിയ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്നാൽ ആരെയും ഹെർട്ട് ചെയ്യാത്ത രീതിയിൽ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ചിലതൊക്കെ വളരെ ഹാർഷ് റിയാലിറ്റീസാണ്. നമ്മൾ
ചില സീക്വൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കും സുശാന്ത് സിംഗ് രാജ്പൂത്തിനൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ച് പോകും. പിന്നെ സീരീസിൽ എടുത്തു പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ റെഫറൻസുകൾ. പണ്ട് നമ്മൾ കണ്ടു മറന്ന ഹിറ്റ് സിനിമകളിലുള്ള സീക്വൻസുകളുടെ റെഫറൻസുകളുണ്ട്. പിന്നെ നമ്മൾ കേട്ടു മറന്ന ഇൻസിഡൻസിൻ്റെ ഒക്കെ റെഫറൻസ് ഉണ്ട്. ആൻഡ് ചില പോലീസുകാരെയും ചില പ്രസ് റിവ്യൂവേഴ്സിനെയും എല്ലാം അവരവരുടെ തന്നെ റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ ഇതിനകത്ത് കാണിച്ചു പോകുന്നുണ്ട്. ഇതൊക്കെ വീണ്ടും അതായത് ഈ സീരീസ് ഒരു വൻ വിജയമായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ കോൺട്രവേഴ്സീസ് ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് പൊങ്ങി വന്നൊരു കോൺട്രവേഴ്സി ആയിരുന്നു, രൺബീർ കപൂർ ഇതിനകത്ത് ലാസ്റ്റ് ഒരു ക്യാമിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ പുള്ളി ഉപയോഗിക്കുന്ന ഒരു വസ്തു ആക്ച്വലി ഇല്ലീഗലാണ് ഇന്ത്യയിൽ. അപ്പം അത് എന്തുകൊണ്ട് അവരുടെ നോട്ടിഫൈ ചെയ്തില്ല, ഇത് കണ്ടിട്ട് ജനറേഷൻ ചീത്തയാവും എന്നൊക്കെയുള്ള രീതിയിൽ ആദ്യമേ ഒരു കോൺട്രവേഴ്സി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ആര്യൻ ഖാൻ്റെ ഇഷ്യൂവിൽ ഇൻവോൾവ് ആയിരുന്ന ഒരു പോലീസുകാരൻ്റെ ഒരു റെഫറൻസ് പോലൊരു സംഗതി വരുന്നുണ്ട്. അത് വളരെ കോമിക്കലായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പക്ഷെ അത് അയാൾക്ക് ഹേർട്ട്ഫുള്ളായെന്നുള്ള രീതിയിൽ അയാൾ ഡീഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഈ സീരീസിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഇത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നുള്ളത് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയും വെൽമെയ്ഡായിട്ട് പോകുന്ന ഒരു സീരീസ് കണ്ടിരിക്കാനും നമുക്ക് തന്നെ. കാര്യം കോവിഡ് കഴിഞ്ഞ് പിന്നെ ഒരു വെബ് സീരീസ് മൊത്തമായിട്ടിരുന്ന് കാണാനുള്ള ശേഷിയൊക്കെ ആളുകൾക്ക് പോയിരിക്കുകയാണ്. അപ്പം ഞാനിത് കുറേ നാളുകൾക്ക് ശേഷമാണ് ആക്ച്വലി ഒരു ബിഞ്ച് വാച്ചിങ് ചെയ്യുന്നത്. എനിക്ക് വളരെ രസകരമായിട്ട് ഫീൽ ചെയ്തു. നിങ്ങളും നിങ്ങൾക്ക് ബോളിവുഡ് ന്യൂസുകളൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ഹിന്ദി ഇൻഡസ്ട്രി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതെന്തായാലും ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. പിന്നെ ഈ സ്റ്റാഴ്സിനെ കാണാനും സ്റ്റാഴ്സിൻ്റെ ലൈഫ് കാണാനും ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഇത് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ദ ബാഡ്സ് ഓഫ് ബോളിവുഡ്, ഇറ്റ് വാസ് വർത്ത് വാച്ചിങ്. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.